വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോയ മലയാളി കുടുംബത്തിന് മസ്കത്തിലേക്ക് തിരികെ വരുന്നതിൽ വിലക്കുമായി വിമാനത്താവള അധികൃതർ. കഴിഞ്ഞ ദിവസം പുലർച്ചെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഒമാനിലേക്ക് മടക്കയാത്രക്കെത്തിയ കണ്ണൂർ സ്വദേശികളായ 5 അംഗ കുടുംബമാണ് തിരികെ വരാനാവാതെ കുടുങ്ങിയത്. 4 വയസ്സായ കുട്ടിക്ക് മതിയായ രേഖകളില്ലെന്ന് പറഞ്ഞാണ് യാത്രാ തടസ്സം നേരിടേണ്ടി വന്നത്. 1 മാസം മുമ്പാണ് ഇവർ നാട്ടിലേക്ക് എത്തിയത്. ഒമാനിലേക്കുള്ള യാത്രക്കായി എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ടിക്കറ്റ് എടുത്ത പ്രകാരം അതിരാവിലെ വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു. എന്നാൽ പുതിയ സംവിധാന പ്രകാരം മസ്കത്ത് എയർപോർട്ടിൽ വെച്ച് പഴയതുപോലെ യാത്രാ സംബന്ധമായ ഒന്നും പാസ്പോർട്ടിൽ പതിക്കാത്തതാണ് കണ്ണൂർ എയർപോർട്ടിൽ കുടുങ്ങാൻ കാരണമായത്. നേരത്തെ പാസ്പോർട്ടിൽ വിസ പതിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനു പകരമായി റെസിഡന്റ് കാർഡും പാസ്പോർട്ടും കാണിച്ചാൽ യാത്ര ചെയ്യാൻ സാധിക്കും. നിലവിൽ 10 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഒമാനിൽ റെസിഡന്റ് കാർഡ് നിർബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പലരും റെസിഡന്റ് കാർഡ് എടുക്കാറില്ല. ഇതിനു പകരം പാസ്പോർട്ടും ഈ വിസയുടെ പ്രിന്റ് ഔട്ടും കാണിച്ചാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ കുടുംബത്തിലെ മുതിർന്നവർക്കെല്ലാം റെസിഡന്റ് കാർഡ് ഉണ്ടായിരുന്നു. അതേസമയം 4 വയസ്സായ കുട്ടിക്ക് റെസിഡന്റ് കാർഡ് ഇല്ലാത്തതും ഈ വിസ കരുതാൻ കുടുംബത്തിന് പറ്റാതിരുന്നതുമാണ് വിനയായത്. ഒമാനിലുള്ളവരുമായി ബന്ധപ്പെട്ട് യാത്രാരേഖ ശരിയാക്കാനും തടസ്സം നേരിട്ടു. ചെറിയൊരു അശ്രദ്ധ മൂലം യാത്ര മുടങ്ങിയതിനാൽ ടിക്കറ്റ് ഇനത്തിൽ വലിയൊരു സംഖ്യയാണ് മലയാളി കുടുംബത്തിന് നഷ്ടമായത്.